ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രേത വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്ക് വരികയാണ് ഫസ്റ്റ് ടൈം. ഇതിനു മുന്നേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയത് ബാംഗ്ലൂരിലേക്കായിരുന്നു. അവിടെ കുറച്ച് നാളെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നേരെ വന്നത് ഡൽഹിയിലേക്കാണ്. അപ്പോൾ ഡൽഹിയിലേക്ക് വരുമ്പോൾ തന്നെ, ഡൽഹി എന്ന് പറഞ്ഞാൽ എനിക്ക് വരാനൊക്കെ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ നിന്നൊരു ടാക്സി പിടിച്ചിങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് എനർജിയായിരുന്നു. ലൈക്ക് അയ്യോ വരണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ഫീൽ, നാട് മതിയായിരുന്നു, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഹസ്ബൻഡിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ വർഷമാണ് വരുന്നത്. ആ സമയത്ത് പോലും ഞാൻ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കുക എത്രമാത്രം നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു എന്തോ ഒരു ഭയം ഉണ്ടാവുന്നു. എന്നിട്ട് ഞാൻ വന്ന് ആ സമയത്ത് നമുക്ക് ഉള്ളിൽ ക്വാർട്ടേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുറത്തൊരു വീട് സെറ്റാക്കിയിട്ട് തൽക്കാലം അവിടെ നിൽക്കാം, എന്നിട്ട് പതുക്കെ ക്വാർട്ടേഴ്സ് കിട്ടി ഉള്ളോട്ട് മാറാം എന്നുള്ള ഒരു നിലപാടിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ട്വിസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ നിൽക്കാൻ ഉദ്ദേശിച്ച റൂം, അതായത് ആ ബിൽഡിങ്ങിലുള്ള ആ ഒരു റൂം ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പണി നടക്കുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഭാഗ്യവശാൽ അവിടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റൂം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അവർ നാട്ടിലെ ലീവിന് പോയതിൻ്റെ ഭാഗമായിട്ട് ഒരു റൂം ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് ഒരു രണ്ടാഴ്ചയോ മറ്റോ കഴിഞ്ഞ സമയത്താണ് ഞാൻ ആ വലിയൊരു സത്യം അറിയുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്. പക്ഷെ ഞാനത് അറിഞ്ഞതേയില്ല. ഓൾറെഡി എൻ്റെ പീരിയഡ്സൊക്കെ ലേറ്റ് ആവുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല പീരിയഡ്സ് ലേറ്റായത്. അപ്പോൾ നോർമൽ ലേറ്റ് ആവുന്നതായിരിക്കും എന്ന് വിചാരിച്ചു ലേറ്റ് ആയപ്പോൾ. പക്ഷെ പിന്നീട് ശരീരത്തിൻ്റെ വയ്യായിക വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് കണ്ടത്. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു പ്രഗ്നൻസിയാണ്. പക്ഷെ സൂക്ഷിച്ചിട്ട് എന്താ പറയുക, വെയിറ്റൊന്നും എടുക്കാതിരിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരിക, ബ്ലീഡിങ്ങോ മറ്റോ വരികയാണെങ്കിൽ അത് നോർമലായിട്ട് പോയതാണ്, മിസ്കാരിയേജ് ആയതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ആ ഒരു നെഗറ്റീവ് എനർജി എൻ്റെ ഉള്ളിൽ കയറി. ഒന്നാമത് പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ നെർവസ് ആയിരുന്നു. കാരണം അൺപ്ലാൻഡ് ആണ്, ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല, എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ നമ്മളെന്തായാലും മൈൻഡിൽ ആ ഒരു, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര അൺപ്ലാൻഡ് ആണെങ്കിലും നമ്മളുടെ ഉള്ളിലൊരു സന്തോഷം നമുക്ക് വരുമല്ലോ. പക്ഷെ സംഭവിച്ചത്, അത് ഒരാഴ്ചക്കുള്ളിൽ ആ സന്തോഷം അങ്ങനെ അങ്ങില്ലാതായി. ആ ഒരു ട്രോമ കുറേ കാലം എനിക്കുണ്ടായിരുന്നു. ആ ഒരു സംഭവമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ എവിടെ നിന്നൊക്കെ കിട്ടും അതൊക്കെ ഞാൻ സ്വീകരിക്കാം എന്നുള്ളൊരു നിലപാടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എന്നാൽ എല്ലാം മറക്കാം, ബാക്ക് ടു നോർമൽ ആകാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ 2ാമത്തെ ആഴ്ച നാട്ടിൽ നിന്നൊരു കോള് വരികയാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു അച്ചാച്ചൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. വേണ്ടപ്പെട്ട അച്ചാച്ചൻ മരിച്ചു പറഞ്ഞാൽ നമ്മുടെ ബന്ധു, ശരിക്കും നമ്മുടെ അച്ചാച്ചനായിട്ട് വരുന്ന ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതും നമുക്ക് പെട്ടെന്നൊരു ഷോക്കായിരുന്നു. പെട്ടെന്ന് മീൻസ് നമ്മൾ വിചാരിക്കാതെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോഴും എൻ്റെ മനസ്സിലൊരു സാധനം വന്നു, ദൈവമേ, ഞാനിവിടെ വന്ന് കയറിയതിന് ശേഷം മൊത്തവും നെഗറ്റീവാണല്ലോ. എനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു സങ്കടം സംഭവിച്ചു, മിസ്കാരേജ് ആയി. അതിൽ നിന്നൊന്ന് ഓക്കെ ആയി വരാനപ്പോഴത്തേക്കും അടുത്ത നെഗറ്റീവ് ന്യൂസ് വന്നു. ഇങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു. ആ ഒരു ആഴ്ചകൾ പെട്ടെന്ന് ഓടി പോയതിന് ശേഷം നമ്മൾ എന്താക്കി, നമ്മുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പിലായി. അതായത് വീടിൻ്റെ പണിയൊക്കെ തീർന്ന് പെയിനൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് കുട്ടപ്പനായി നമ്മൾ വീട്ടിലേക്ക് കയറാനുള്ള ലെവലിലെത്തി. അപ്പോൾ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ മൈൻഡ് ഫുൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എല്ലാം പോസിറ്റീവായിരിക്കും, ഇനി എല്ലാം നല്ലത് സംഭവിക്കൂ, എല്ലാം എന്താ പറയുക അടിപൊളിയാവും എന്നുള്ളതിൽ കയറിയതായിരുന്നു. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇന്നലെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു മണമൊക്കെ പോയതിന് ശേഷം ഇന്ന് കയറി, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ വേറെ ഒന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ല. ലൈക്ക് നമ്മുടെ TV, നമ്മുടെ ഡിഷൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ടാറ്റ പ്ലേയുടെ ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, മോഡം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റോ ആയിട്ട് അങ്ങ് കയറി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. എനിക്കൊന്ന് ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കയറിയത്. അപ്പോൾ കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ദിവസം കുക്ക് ചെയ്യേണ്ട ഒരു ടാസ്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ കറി ഡയറക്റ്റ് എടുത്ത് ചൂടാക്കി അങ്ങനെ കഴിക്കുകയായിരുന്നു. ആ ദിവസം ആ വീട്ടിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുന്നതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് കോൾ വന്നു, നിങ്ങൾ പെട്ടെന്ന് സെക്ഷനിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആകെ
പേടിച്ചു പോയി. കാരണം ഒന്നാമത് ആ റൂമും വീടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2-3 ജനലോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു വാതിലും. അത് ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് അടുത്ത ആളുടെ വീട്ടിലെ ജനൽ. ഇപ്പുറത്തെ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു ഒട്ടും വൃത്തിയില്ലാത്ത ഒരു എന്താ പറയുക, ഒരു കോറിഡോർ പോലത്തെ സ്ഥലം. അതിൻ്റെ അപ്പുറം ഒരാളുടെ ലൈക്ക് കിച്ചൺ. അങ്ങനെ ആ ഒരു 2 ജനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബെഡ്റൂമിൻ്റെ ജനലും ഈ ഒരു നമ്മുടെ സെൻട്രൽ ഹാളിൻ്റെ ജനലും. അത് നമുക്ക് അടച്ചിട്ടേ നിവർത്തിയുള്ളൂ, അടക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല, അത് തുറന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇത് അടച്ചിടും. ഫുള്ള് ഇരുട്ടാണ് വീട്. നമ്മുടെ ഈ നട്ടുച്ച ഈ സമയത്ത് പോലും ആ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ലൈറ്റ് ഇടാതെ ജീവിക്കാൻ പറ്റില്ല. ഒരുവിധം ഡൽഹിയിലുള്ള വീടൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് മലയാളികൾക്ക് നമ്മളെ പോലത്തെ ഒരു സ്ഥലത്ത് നിന്നവർക്ക് ഒന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വീടായിരുന്നു അത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പേടി. ഞാൻ മുന്നേ നിന്ന വീടും അതുപോലെ ആയിരുന്നു. പക്ഷേ അത് മുകളിലായതുകൊണ്ട് അവർക്കൊരു ഓപ്പൺ ബാൽക്കണി ഉണ്ടായിരുന്നു. ആ ബാൽക്കണി തുറന്നിട്ട് നമുക്ക് അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. ആ ബാൽക്കണി തുറന്നാൽ തന്നെ അടുത്ത ആളുടെ ബാൽക്കണിയാണ് കാണുന്നതെങ്കിൽ പോലും ഒരു വെളിച്ചം വരാൻ നമുക്ക് ഒരു വഴിയുണ്ടായിരുന്നു. അപ്പം മൊത്തം അടച്ചിട്ടാൽ മൊത്തം ഇരുട്ടാണ്. രാവറിയില്ല, പകലറിയില്ല, മഴയുണ്ടോയെന്ന് അറിയില്ല, വെയിലുണ്ടോയെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ചുറ്റും കാണുന്നത് ബിൽഡിങ്സാണ്. നമ്മൾ മുകളിലേക്ക് നോക്കി ആകാശം കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന്, അതായത് വന്നിട്ട് 1 മണിക്കൂർ മുന്നേ തന്നെ സെഷനിലേക്ക് പോവാണ്, എപ്പോഴാണ് തിരിച്ച് വരാമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഇവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ എന്നുള്ളൊരു പേടി. അതായത് മറ്റു പേടിയല്ല, ഒരു അടച്ചിട്ട വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പേടിയില്ല, ആ ഒരു പേടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നെറ്റൊന്നുമില്ല, കാരണം അതിനകത്ത് ഒട്ടും റേഞ്ചില്ല, മോഡം വെച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ ഓണാക്കി വെച്ചിട്ട്, ആ സമയത്ത് എനിക്ക് യൂട്യൂബും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഒരു വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ ഓണാക്കി വെച്ച് ഞാൻ എന്നോട് സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിച്ചു. കാരണം എനിക്ക് ആ ഒരു പേടി പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പേടി കൂടി. എനിക്ക് എന്നെ കണ്ടതുകൊണ്ടോ അല്ലാണ്ട് എന്നോട് ഞാൻ സംസാരിച്ചതുകൊണ്ടോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് പേടി കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകി കിടന്നുറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് മറന്നു പോലും. നല്ല ക്ഷീണമുണ്ട് ഒന്നാമത്, ഞാൻ മിസ്കാരേജ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ക്ഷീണത്തിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ ബെഡ്റൂമൊക്കെ സെറ്റാക്കിയതുണ്ടല്ലോ, നമ്മളുടെ ഒരു സ്പേസ്, ഒരു പ്രൈവറ്റ് സ്പേസ്, അങ്ങനത്തെ ഒരു ലെവലിലൊക്കെ സെറ്റാക്കിയൊരു ബെഡ്റൂമായിരുന്നേ. നേരെ കയറി കിടന്നു. പുതിയ ബെഡ്, പുതിയ കട്ടിലൊക്കെ എല്ലാം ഫ്രഷ് സാധനങ്ങളായിരുന്നു പുതിയതായിട്ട് വാങ്ങി. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡയറക്റ്റ് കയറി കിടന്ന് ഉറങ്ങിയിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുവിധം എല്ലാവരും എന്നല്ല, ഒരുവിധ ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സമയമായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചൊരു ടൈമായിരുന്നു. ഞാൻ ഉറങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായ പേടി വരികയാണ്. ഉറക്കത്തിൽ എനിക്ക് ഭയങ്കരമായ പേടി വരുന്നത് ഞാനായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിൽ വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം. ആ പേടി എനിക്ക് പോകാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് എനിക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഒന്ന് ആ മുറ്റത്ത് പോയി നിൽക്കണം, ആ ഒരു മൈൻഡാണ് എനിക്ക്. ആ സമയത്ത് ഇങ്ങനെ വല്ലാണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ലൈക്ക് എൻ്റെ കൈയും കാലൊന്നും അനങ്ങുന്നില്ല, പക്ഷെ എൻ്റെ ബോധം ഫുൾ ഓണാണ്, എൻ്റെ മൈൻഡ് ഫുൾ ഓണാണ്, പക്ഷെ എൻ്റെ ശരീരം അനങ്ങുന്നില്ല. ഞാനിങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ പറ്റാതെ. ഞാൻ എന്തിങ്ങനെ ഒച്ചത്ത് കരയുന്നുണ്ട്, എനിക്കൊന്ന് എഴുന്നേക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റേതായിട്ടുള്ള ആ ഒരു ടോണിൽ ഞാൻ കരയുന്നുണ്ട്, ഭയങ്കര ശക്തമായിട്ട് ഞാൻ കരയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ ആരെങ്കിലും എന്നെ അവിടെ ആർക്കും അറിയില്ല, ഞാൻ അവിടെ പുതിയ ആളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മലയാളി ഫാമിലി ഉണ്ടായത്. ഞങ്ങൾ അവിടെ കയറുന്നിട്ട് തൊട്ട് തലേദിവസം നാട്ടിലോട്ട് പോയി. അടുത്ത കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് അങ്ങനെ നാട്ടിലോട്ട് പോയതാണ് പെട്ടെന്ന്. അതുവരെയും ഒരു 6 മന്ത് വരെ ഇവിടെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പ്ലാനിലുള്ളവർ പെട്ടെന്ന് ആ കുട്ടിക്ക് ഇങ്ങനെ വയ്യായിക വന്നു, വോമിറ്റിംഗ് കൂടുതലായി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് പോയി. ഞങ്ങൾ അവിടെ കയറുന്നതിൻ്റെ ലിറ്ററലി തലേ ദിവസം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്, അയ്യോ അവിടെ ആരും ഇല്ല അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ ആരെങ്കിലും ഒന്ന് വന്ന് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒരു അടി തന്നിരുന്നെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് അറിഞ്ഞേനെ എന്നുള്ള ഒരു ലെവലിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നിട്ട് പിന്നെ ഓക്കെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അറിയാണ്, വാതിൽ വന്ന് മുട്ടുകയാണ് ഒരാൾ. ഡയറക്റ്റ് ഇങ്ങനെ നല്ല സൗണ്ടിൽ വാതിൽ വന്ന് മുട്ടുകയാണ്, കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതായത് ഞാനിവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ എനിക്ക് നിങ്ങൾ ഹെൽപ്പ് വേണമെന്ന് പറയാൻ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് എനിക്ക് സൗണ്ട് എനിക്ക് സൗണ്ട് വരുന്നുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. ഞാൻ കരയുന്നുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. എന്നിട്ട് ആ കോളിംഗ് ബെൽ അവസാനം സൗണ്ട് ഞാൻ കേൾക്കുകയാണ്. ഞാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ്, അത് ഞാനാണ്, വാതിലോർക്കാതെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഒച്ച ഉണ്ടാക്കുന്ന പുറത്തേക്ക് കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഞാനിങ്ങനെ ലിറ്ററലി കരയാണ്. ഞാനിപ്പം മരിച്ചു പോകും, ഞാൻ എന്താ മരിച്ചിട്ടുള്ള അവസ്ഥയിലാണെന്നൊക്കെ കണ്ട് ഞാൻ കരയാണ്. വാതിൽ പടപട അടിക്കുകയാണ് ഹസ്ബൻഡ് പുറത്തുനിന്ന്. എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ
ലൈക്ക് എന്തോ ഒരു ഇതിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് നമുക്ക് ആ പഴയ അവസ്ഥയൊക്കെ തിരിച്ചു വന്നു. ഞാൻ എഴുന്നേറ്റ ഉടനെ പെട്ടെന്ന് പോയിട്ട് വാതിൽ തുറന്നു. എൻ്റെ ഹസ്ബൻഡ് തുറന്നു. ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ ഈ ഹസ്ബൻഡ് വന്നതും ഹസ്ബൻഡ് വാതിലിൽ മുട്ടിയതും ഒക്കെ ഞാൻ ഇങ്ങനെ കൽപ്പിച്ചെടുത്തൊരു സംഗതിയാണോ അല്ല ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിപ്പോൾ അതിങ്ങനെ ഒരു മിസ്റ്ററിയാണ്. ശരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാതിൽ മുട്ടിയിട്ട് എന്താ ഓപ്പൺ ചെയ്യും, നീ എന്താ തുറക്കാത്തേ, എന്താ ചെയ്യുക, കുളിക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു സ്പോട്ടിൽ ഇങ്ങനെ ഫുൾ നമുക്ക് ബോധമൊക്കെ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി വാതിൽ തുറക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ആരുമില്ല, ആളെയൊന്നുമില്ല. അപ്പോൾ തന്നെ ഹസ്ബൻഡിനെ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം വിളിച്ചു. ലൈക്ക് ഉള്ളിൽ നമുക്ക് വിളിക്കാൻ പറ്റില്ല, റേഞ്ചില്ല വീടിൻ്റെ ഉള്ളിൽ. പുറത്തിറങ്ങിയിട്ട് ഞാൻ വിളിച്ചു, ഇങ്ങനെ നിങ്ങൾ വന്നായിരുന്നോ? ഇല്ല, എന്ത് പറ്റി? ഞാൻ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു. എന്നിട്ട് തുറന്ന് ഇങ്ങോട്ട് പോകും, സെക്ഷനിലോട്ട് പോകും, കുറച്ച് ദൂരം ഉണ്ടപ്പോൾ സെക്ഷനിലോട്ട് വന്നോ. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. എന്നിട്ട് അവസാനം ആൾ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന്. ഈ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ദിവസം കൊണ്ട് തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, എനിക്ക് അവസാനം ഈ എക്സ്പീരിയൻസ് കിട്ടി അത് പേടിയില്ലാണ്ടായിപ്പോയി. എനിക്ക് ഒറ്റക്കുറങ്ങുന്ന എല്ലാ രാത്രികളിലും അല്ലെങ്കിൽ ഒറ്റക്കുറങ്ങുന്ന എല്ലാ പകലുകളിലും സെയിം അവസ്ഥ. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ ഉറങ്ങാൻ വേണ്ടി പേടിയാവാൻ തുടങ്ങി, ഉറങ്ങിയ അവസ്ഥ വരുന്നതുകൊണ്ട്. ചില സമയം ഹസ്ബൻഡിന് വീക്ക്ലി വൺസ് നൈറ്റ് ഡ്യൂട്ടി വരും, അതായത് ഫുൾ ഡേ ഡ്യൂട്ടി. ഹോസ്പിറ്റലായതുകൊണ്ട് ഫുൾ ഡേ ഡ്യൂട്ടി വരും. ആ ഡ്യൂട്ടി വരുന്ന സമയത്ത് രാത്രി ഞാൻ ഉറങ്ങൂല. ഞാൻ ഇതുപോലെ കയ്യിൽ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ മോഡമായി. അപ്പോൾ ഫോണിൽ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ കിടക്കും, ഉറങ്ങൂല, കണ്ണ് പൂട്ടൂല, അങ്ങനത്തെ അവസ്ഥയായി. ഉറങ്ങാൻ പേടിയായി. പിന്നെ അതിനുശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ എപ്പോഴും. അതിനുശേഷമാണ് ഞാനൊരു 1 ഇയർ കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവുന്നത്. വീണ്ടും പ്രഗ്നൻ്റായി, ക്യാരിങ് ആയി, ഗുഡ് പ്രഗ്നൻസി ആണെന്നൊക്കെ ഡോക്ടർ ഒക്കെ പറഞ്ഞു. നന്നായിട്ട് ഹെൽത്തൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയം എനിക്ക് ഉള്ളിൽ വീണ്ടും പേടി വന്നു. ഞാൻ ഉറക്കത്തിൽ ഇതുപോലെ പേടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കില്ല. അത്രയും ഞാൻ പേടിക്കും. ഞാൻ പേടിച്ചിങ്ങനെ നിലവിളിക്കും, വേർക്കും, കരയും. എനിക്ക് ഭയങ്കര പേടിയായി. പ്രഗ്നൻസിയിൽ ഞാൻ ഈ ഒരു സംഗതി ഞാൻ പേടിച്ചാൽ ഇത് എൻ്റെ കുഞ്ഞിനെ എന്തായാലും ബാധിക്കും. കാരണം എൻ്റെ മൈൻഡിൽ സംഭവിക്കുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ആ മൈൻഡ് എന്തായാലും കുട്ടിയിലേക്ക് എത്തുമല്ലോ. എന്തായാലും ബേബിക്ക് ഇത് മോശം. എനിക്കിത് ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞ മണ്ടത്തരം എന്ന് പറഞ്ഞ് ചിലപ്പോൾ തള്ളും. അപ്പോൾ ഭയങ്കര പേടിയായി പ്രഗ്നൻ്റ് ആയ സമയത്ത്. ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഓരോ ഉറക്കലും എനിക്ക് എക്സ്പീരിയൻസ് ആവുന്ന ഇതാണ്. എൻ്റെ കഴുത്തിൽ വന്ന് ആരോ പിടിക്കുക, ഇങ്ങനത്തെ ഒരു സീൻ. അപ്പോൾ ഭയങ്കര പേടിയായി. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ആ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം തികച്ചുണ്ടായിരുന്നില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷം ഒരു മാസം ഞാൻ തികച്ചുണ്ടായിരുന്നില്ല. ഒരു ഡിസംബറിൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ആ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേനും ഞാൻ നാട്ടിലോട്ട് വന്നു. അതിനിടയ്ക്ക് വേറൊരു സംഗതിയും കൂടി ഉണ്ടായി. ഈ സെയിം വീട്ടിൽ നിന്നാണ് എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കോൾ വരുന്നത്. അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് ഈ സെയിം സ്ഥലത്തുണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അച്ഛൻ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫുൾ നെഗറ്റീവ് ആയിരുന്നു. ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് സംഭവിക്കാമെന്ന് വെച്ച് ഏറ്റവും വലിയ ലോസ് അടക്കം എനിക്ക് സംഭവിച്ചത് അച്ഛൻ ആ ഒരു സ്ഥലത്തുണ്ടാകുമ്പോഴാണ്. പിന്നെ അച്ഛൻ മാത്രമല്ല, എൻ്റെ ഫസ്റ്റ് മിസ്കാരേജ്, ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. പക്ഷെ അതിന് ശേഷം, പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ അങ്ങനത്തെ ഒരു ഇതിലൂടെ പോയിട്ടില്ല. ഉറക്കത്തിലൊന്നും അങ്ങനത്തെ പോയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാനപ്പോൾ സിംഗിൾ അല്ല, എൻ്റെ ശരീരം വേറൊരു 2 ഇതായല്ലോ എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന എൻ്റെ 3rd വെഡിങ് ആനിവേഴ്സറിക്കാണ്. ഡിസംബർ 29th, കറക്റ്റ് 28th ഞാൻ അറിയുന്നത്. 29 ആ സമയത്ത്. അതിനുശേഷം ജനുവരി ഞാൻ പകുതി ആകുമ്പം തന്നെ ഒരു 12th മറ്റോ ആകുമ്പം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. എനിക്ക് ശരീരം വയ്യാന്നുള്ളതിൽ തന്നെ ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ കുഞ്ഞായതിനു ശേഷം എനിക്ക് തിരിച്ച് ഹസ്ബൻഡ് കൂടെ വരേണ്ട അവസ്ഥ എന്തായാലും ഉണ്ടാവും എനിക്കറിയാം. കാരണം ഫാമിലിയായിട്ട് ജീവിക്കണം, അതുണ്ടായി അങ്ങനെ വന്നേ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട്ടിലോട്ടാണെങ്കിൽ ഞാൻ വരില്ല. ക്വാർട്ടേഴ്സ് ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ വേറെ വീട് എടുക്കണം. അപ്പോൾ വേറെ വീട് എടുക്കാന്നുള്ള പ്ലാനിൽ നിൽക്കുന്ന സമയത്ത് ക്വാർട്ടേഴ്സ് കിട്ടി. എൻ്റെ ബേബി ആവുന്നതിന് മുന്നേ തന്നെ ക്വാർട്ടേഴ്സ് കിട്ടി. അപ്പോൾ നേരെ കുഞ്ഞിനെയും കൊണ്ട് വന്നത് ക്വാർട്ടേഴ്സിലേക്കാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ എനിക്ക് ഇതായിരുന്നു പേടി. ദൈവം, ഞാൻ ഇവിടെ ഒറ്റക്ക് നിൽക്കേണ്ട ഒരുപാട് അവസ്ഥകൾ വരും. ആ അവസ്ഥ വരുമ്പോൾ ഈ സംഭവം വന്നാൽ എൻ്റെ ലൈക്ക് ഞാൻ ഉറങ്ങിയിട്ട് എന്നെ എത്ര ആരും ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ ഉറക്കറിയാതെ ഇങ്ങനെ ഇതുപോലൊരു ഇതിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവൻ കരഞ്ഞ് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു പേടിയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസേ ഉണ്ടായില്ല. ഇവിടെ ആ വീട് വിട്ട് ഈ ക്വാർട്ടറിലോട്ട് വന്നതിന് ശേഷം എനിക്കുണ്ടായതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ പ്രഗ്നൻസി നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ പ്രഗ്നൻറ്റ് ജേണി. അത് വളരെ സന്തോഷമായിട്ട് എഴുതായി. ലോസ് ആയതെല്ലാം ലോസ് ആയത് തന്നെയാണ്. അതിനെന്തായാലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അച്ഛൻ്റെ കാര്യമാണെങ്കിലും. അപ്പോൾ ആ ഒരു സങ്കടം മാറുക എന്നല്ല, അത് ഒരിക്കലും മാറില്ല. പക്ഷേ അതിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു. യൂട്യൂബ് ചാനൽ തുടങ്ങി, പഠിക്കാൻ ശ്രമിച്ചു. ലൈക്ക് ഞാൻ സൈക്കിൾ പോലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ സൈക്കിൾ വെച്ച് ഈ ഡൽഹിയിൽ ഏത് ഗലിയിലേക്ക് കൂടെ വേണമെങ്കിലും പോകും. അതുപോലെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് ഏത് വഴിക്കേ വേണമെങ്കിലും ഞാനിപ്പോൾ പോകും. എനിക്ക് അതിനൊന്നും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഏത് വഴിക്കാൻ പോകും അതൊക്കെ എനിക്ക് മീൻസ് പഠിച്ചത് ഒരു ധൈര്യം വന്നതും ചിലപ്പോൾ ഡെലിവറിക്ക് ശേഷം നമുക്ക് കിട്ടുന്നൊരു സംഗതി ആവാം. അല്ലെങ്കിൽ
ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ വീട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് സംഭവമാണെന്നുള്ളതാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവ് കാര്യങ്ങളാണ് അധികവും സംഭവിച്ചിട്ടുള്ളത്. എല്ലാം ഒരുപാടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ പോലത്തെ അനുഭവം ഇതുപോലെ ഏതെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം ഇങ്ങനത്തെ ഫീലിങ്സ് വരുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് വരും. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഷോർട്സ് കൂടെ എടുത്ത് കാണാം. ഞാൻ വരക്കുന്ന കുറേ ഷോർട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.